കൊച്ചെവിടെ? അവളും അവനും കൂടി കിടന്ന് ഉറങ്ങുന്നു. ക്ലീറ്റസാ? എൻ്റെ പൊന്നെ, ക്ലീറ്റോനെ ഞാൻ മര്യാദക്ക് കണ്ടിട്ട് കുറേ ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് മറ്റേ ജോൽസിന്റെ പുറകെ അമ്മാവൻ എന്തോ ചെയ്യുന്നു. അപ്പൊ അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത്. അത് അങ്ങനെ ഒരെണ്ണം അതല്ലേ തൂക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയല്ല തൂക്കുന്നത്. പിന്നെ എങ്ങനെയാണാവോ തൂക്കേണ്ടത്? ഈ പറന്നു പോണ കരിയില ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുവരണം. അല്ലാതെ പറന്നു പോണ കരിയിലെ ചാടി പിടിക്കണം. ചാടി പിടിക്കുകയല്ല, ഇന്ന മുകളിലോട്ടാണ് ചാടി പിടിക്കുന്നത്. രാവിലെ തൊട്ട് തുടങ്ങി വെച്ച് ചൊറിഞ്ഞിരിക്കുകയാണ് അമ്മ. എന്നാ നീ ഒന്ന് ചൊറിഞ്ഞ കാര്യം പറയുമ്പോ എന്തോന്നാണ് ഈ കാര്യം പറയുമ്പോ? അമ്മയാണ് എന്നും വന്ന് തറവാട്ടിൽ നിന്ന് ഇവിടെ വന്ന് തൂക്കണത്. ഞാൻ തറവാട്ടിൽ നിന്ന് വരാ ഇല്ലാത്തതിന്റെ കുഴപ്പം കാണുന്നുണ്ട്. കണ്ടില്ലേ, ഞാനിവിടെ ഉണ്ടാകുമ്പോ ഒരൊറ്റ പോച്ച ചെയ്യുമ്പോൾ സിമെന്റിൽ നിന്നാണ് പോച്ച കുരുത്തുവാരി വന്നിരിക്കുന്നത്. അന്നേ ഒരു പണിയേ, വൈകിട്ട് മകൻ വരുമല്ലോ, നന്നായിട്ട് തൂക്കുകയും പുല്ല് പറിക്കുകയും ചെയ്യുന്ന ഒരുത്തിനെ കൊണ്ടുവന്ന് നിർത്താൻ പറഞ്ഞു. ഓഹോ, അങ്ങനെ. എന്നാ പിന്നെ നീ വാരി കെട്ടി പോങ്ങ്. അമ്മ ഇറങ്ങിയിട്ട് ഞാൻ മോടെ മുറ്റം നോക്കി എങ്ങനെ കിടക്കണേന്ന്. എന്തോന്നാണ് അവിടെ ഒട്ടും പുല്ലില്ല. അതെ, അവള് വെറ്റി കിടക്കുമായിരുന്നു, അതുകൊണ്ടാ. പെറ്റത് ഇപ്പോഴല്ലേ? പെരുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ മുറ്റത്ത് ഒരു സാധനവും ഇല്ലായിരുന്നെന്ന് എനിക്കറിയാലോ. നല്ല കണ്ണാടി പോലെ കിടന്ന മുറ്റമാണ്, നിനക്കറിയാമോ? നീ ഒരു കാര്യം ചെയ്യ്, നീ കളസോട്ടുണ്ട് കാലത്തെ ജോലിക്ക് പോ, അല്ലെങ്കിൽ കയറി പെറ്റി കിടക്ക്, ഏതെങ്കിലും ഒന്ന് ചെയ്യും. ഒന്ന് പറഞ്ഞാൽ മോനെയും മോളെയും കുറ്റം പറച്ചില്ല. അമ്മ തന്നെയാണ് വായെടുക്കുമ്പോഴത്തേക്ക് മോളിതേ പെറ്റി കിടക്കണം, മോൻ ജോലിക്ക് പോകണമെന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നത് നമ്മുടെ കണ്ണിൽ കാണുന്നില്ല. നീ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ അമ്മാവൻ പോയില്ലേ, ഏതാ ജോത്സ്യനാ സാമി അങ്ങണ്ട് അവിടെ പോയി കാണാൻ പോവാ. എനിക്ക് ഈ വീട്ടിൽ ഒരു സമാധാനം ഇല്ല. അമ്മാവൻ ഇപ്പൊ നല്ല സമാധാനം ഉണ്ട് തോന്നുന്നു. അപ്പൊ അമ്മാന്റെ ഒരു വിളിയില്ല പറച്ചിലില്ല ഒന്നുമില്ല. അതാണ് അമ്മാവും അമ്മനെ വിളിച്ചായിരുന്ന? എന്നെ വിളിച്ചതുമില്ല, ചൊല്ലിയതുമില്ല. ഇപ്പൊ ഒരാഴ്ചയായിട്ടല്ലേ പൂജ. അമ്മാവൻ അവിടെ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഇനി ഇവിടെ വന്നുള്ള സമാധാനം കളയണ എന്തിന്? ഒന്ന് നിർത്തടി. അവളങ്ങനെ ഇങ്ങനെയൊന്നും തീർത്തുന്നുള്ളതല്ല. പറയട്ട്, അവള് പറയട്ട്. അമ്മ നിർത്തിച്ചു തരാം. ഓ, ഞാൻ നിർത്തി. എന്റെ പൊന്നെ, ഇത് തല്ലിക്കൊന്നാലും ചാവൂല. അതേ വരുന്നു. പറഞ്ഞില്ലല്ലോ, പൊറുതിക്ക് വരുവാണല്ലോ. അളിയാ, അളിയാ, എന്നോട് ക്ഷമിക്കളിയാ. ആ കള്ളസ്വാമി വികലാനന്ദന്റെ വാക്കും കേട്ടിട്ട് മരിച്ചുപോയ അളിയന്റെ ആത്മാവിനെ പോലും സംശയിച്ചല്ലോ അളിയാ ഞാൻ. ആ കള്ളസ്വാമി പറഞ്ഞ പോലെ 5000 ഉറുപ്പിക കൊടുത്തിട്ട് എല്ലാ പൂജയും നടത്തി. ഇനി ഒരു ശല്യം ഉണ്ടാവില്ല, സമാധാനമായിട്ട് കഴിയാലോ എന്നും പറഞ്ഞ് ഞാൻ കുടുംബത്തിൽ ചെന്നതാളിയാ. അന്നു മുതൽ മുമ്പുണ്ടായിരുന്നേക്കാ ഭയങ്കര ശല്യ. കാരണമില്ലാണ്ട് എപ്പോഴും വഴക്ക്, തല്ല്, ബഹളം. രാത്രി 10 മണിക്കൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൾ ഇറങ്ങിപ്പോ. പിന്നെ അവളെ പിടിച്ചോണ്ടിരാന്നിരിക്കും. മടുത്തു. എൻ്റെ അളിയൻ ഒരു കുഴപ്പം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാത്തിനും കാരണക്കാരൻ അവളാണ് അളിയാ. എന്നോട് ക്ഷമിക്കളിയാ. ഞങ്ങളുടെ അച്ഛൻ പാവം. എങ്ങനെ? പച്ച പാവം. അമ്മാവൻ ദുഷ്ടൻ. എങ്ങനെ? പരമദുഷ്ടൻ. വല്ലവരുടെയും വാക്ക് കേട്ടിട്ട് കുടുംബക്കാരായിട്ട് തമ്മിൽ തല്ലിയിട്ട് അന്ധവിശ്വാസത്തിൽ പെട്ട് കഴിയണ ഒരു മൂടൻ വിഡ്ഢി. വേറൊരു വിഡ്ഢിയും കൂടി ഉണ്ട്. അതാരാ? ക്ലീറ്റ. 2 ദിവസമായിട്ട് ഡെയിലി പൂജയ്ക്ക് പോകുന്നുണ്ട്. പാവം. ചേച്ചി, സമാധാനത്തില് നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. കഞ്ഞി തരുമോ? ഭക്ഷണം കൊടുക്ക. വേണ്ട, എന്തിനാ അച്ഛനെ കുറ്റം പറഞ്ഞവനല്ലേ. ഇവൻ ഒരു മരമണ്ടനാണ്. കൊടുക്ക് പോ. എടുത്തോണ്ട് പോ, നീ എടുത്തോണ്ട് പോ. ഇത് ഞാൻ പിടിക്കാം.